നമുക്ക് യോഗ നടപടികൾ ആരംഭിക്കാം. സന്തോഷ് പണ്ഡിറ്റ് മണ്ടനാണോ? ഇത്രയും വലിയ മണ്ടനെ വിളിച്ച ആളെ എന്ത് വിളിക്കണം? താങ്കൾ വികൃതമായിട്ട് അഭിനയിച്ചോളൂ, കുഴപ്പമില്ല. ആ സിനിമ വികൃതമായിരുന്നാ മതി. സാർ ഇഷ്ടമുള്ളവർ കണ്ടാ മതി. ഞാൻ നിങ്ങളുടെ ആരും വീട്ടിൽ ചെന്ന് പറയുന്നില്ല. പല ദിവസവും ആൾക്കാർക്ക് ടിക്കറ്റ് കിട്ടിയില്ല. നീ അങ്ങനെ പറയൂ. ഡോക്യുമെന്ററി ചെയ്യാൻ ശ്രമിച്ചെങ്കിലും ഒറ്റപ്പൊട്ടന് ഇന്ന് വരെ ചെയ്യാൻ പറ്റിയിട്ടില്ല. സ്വന്തമായി ബ്രാക്കറ്റ് ഒരു പ്ലേ കാർഡ് കയ്യിൽ പിടിക്കുക, എന്നിട്ടേ എന്നിൽ ഔഷധ ഗുണമില്ല ഇത് പൊട്ടി കാണിക്കാം. തമാശയാക്കാണ് അല്ല തമാശയാക്കാണ് അങ്ങനെ ആക്കണ്ട കേട്ടാ. ആരും ഒന്നും കൊല്ലാൻ പോണില്ല. അല്ല, ഈ ഔഷധ ഗുണമുള്ള ഇവനെ മലയാളി ഹൗസ് എന്ന പരിപാടിക്ക് ഇവനെ വിളിച്ചോ. 16 ഒരാളായിട്ട് എന്നെ വിളിച്ച് 26 ലക്ഷം രൂപയൊന്നും. എടാ ഇന്ന് വരെ നിനക്ക് കോപ്പിൽ 1 രൂപ സൗന്ദര്യം കുറഞ്ഞവരെ മലയാള സിനിമ ഇന്നും അംഗീകരിക്കുന്നത് പട്ടനും പൊട്ടനും നിങ്ങൾക്ക് നോക്കിയാറേ. ഒന്നുകിൽ അവൻ പട്ടനെ അഭിനയിക്കണം, അല്ലെങ്കിൽ പൊട്ടനെ അഭിനയിക്കണം, അല്ലെങ്കിൽ വില്ലനാവണം. ഇവിടെ അതുണ്ട്. ഇത് പറയാൻ ഒരു ഇന്ത്യൻ പൗരന് അവകാശമുള്ള പട്ടിപ്പന്നികളാണ്. ഇന്ത്യ സ്വാതന്ത്ര്യമാണ്. ഇവിടെ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ. ഇവിടെ അതുണ്ട്. അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഹലോ, ഞാൻ ഒരുത്തന്നെ തന്തയുടെ പൈസക്കെല്ലാം എടുക്കുന്നത്. ഏറ്റവും ഇഷ്ടപ്പെട്ട പദം തന്ത എന്നുള്ളതെന്ന് തോന്നുന്നു. അതിന്റെ മാസ്റ്റർ പീസാണ്. അതിൽ കൈവെക്കാൻ ആരെയും അനുവദിക്കില്ല. ഒരു മനുഷ്യനെ കഷ്ടപ്പെട്ട് അടിച്ചൊതുക്കട്ടെ. കഴിവുള്ളവൻ ഉയർന്നു വരും. ചൊറിഞ്ഞിട്ട് കാര്യമില്ല. താങ്കൾ പറഞ്ഞത് ആരെയും വീട്ടിൽ പോയി ക്ഷണിക്കുന്നില്ല സിനിമ കാണാനായിട്ട് വരുന്നത്. പക്ഷെ താങ്കളുടെ വീട്ടിൽ വന്ന് ഞങ്ങൾക്കൊന്ന് പറയണതുണ്ട്, ഒരിക്കലും സിനിമ ചെയ്യാം. ഇത് കിട്ടേണ്ടത് നീ മേടിച്ചോ. ഹലോ, ഞാൻ ഒരുത്തന്നെ തന്തയുടെ പൈസക്കെല്ലാം എടുക്കുന്നത്. തെറിയാണ് വിളിച്ചത്. തെറിക്ക് പിന്നെ പ്രത്യേകിച്ച് ഭാഷ വേണമെന്നില്ലല്ലോ. നിങ്ങൾ എന്നെ പഠിക്കേണ്ട കാര്യം. ഒരു കലാകാരന്റെ കഴിവ് മാത്രം പഠിച്ചോളൂ. സംസ്കാരവും വിദ്യാഭ്യാസവും ഉണ്ടാകേണ്ട ആവശ്യകത. ഒരാളുടെ സംസാരിക്കുമ്പോൾ ബേസിക് മാനേഴ്സ് 100% ഞാൻ യോജിക്കുന്നു. ഇനാഗ്രേഷന്റെ കാര്യമേ പറഞ്ഞിട്ടുള്ളൂ. ഇങ്ങനെ കിട്ടിയ 500 ജീമുട്ടയുടെ കാര്യം പറഞ്ഞിട്ടില്ല. ചേട്ടാ ഹലോ, ഒന്നുപോലും ചത്ത് മണ്ണടിക്കുന്നതിന് മുമ്പ് കിട്ടുമോ ചങ്ങാതി? വെറുതെ ചോദിച്ചു വാങ്ങിച്ച്. ഇദ്ദേഹം പറയണ്ടേ ഋതം ഉണ്ടോ, മ്യൂസിക് മറ്റോൻ ചെയ്താൽ ശരിയാവും, ഇന്ന സ്റ്റാർ പാടിയ ഹിറ്റാവും. ഒരു കാര്യം മനസ്സിലാക്കാം, ഇവിടെ വന്ന് ആ സ്പോട്ട് മുതൽ സന്തോഷ് പണ്ഡിറ്റിനെ എല്ലാവരും കൂടെ ചേർന്ന് കൂട്ടം ചേർന്ന് ആക്രമിക്കാം. അതങ്ങനെ വിടാൻ പറ്റുമോ ബ്രദർ? അതെങ്ങനെ വിടാൻ പറ്റും? എങ്ങനെയാണ്? പൊടി മഴയിൽ ഇത് മഴയത്ത് ഇറക്കിയിരുത്തി പാടിക്കണം. പൊടി മഴയിൽ ചിരിക്കണം. എന്താ ഒരു വലിയ തമാശ പറഞ്ഞതല്ലേ? ചിരിക്കണമെങ്കിൽ ചിരിക്കാം. ചേട്ടാ താല്പര്യമുള്ളവർ ചേട്ടൻ വിഷമിക്കരുത്. പുള്ളിക്ക് വേണ്ടി കഷ്ടപ്പെട്ട് അടിച്ചൊതുക്കണ്ട. അത് കലകി. ഒരു മനുഷ്യനെ കഷ്ടപ്പെട്ട് അടിച്ചൊതുക്കരുത്. കഴിവുള്ളവൻ ഉയർന്നു വരും. ചൊറിഞ്ഞിട്ട് കാര്യമില്ല.